ഇതര ക്രൈസ്തവ സമൂഹങ്ങൾക്കും വിശ്വാസ ജീവിതത്തിൽ പുത്തനുണർവേകിക്കൊണ്ട് ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിൽ 1000-ൽ പരം സുറിയാനി കത്തോലിക്കർ വിശ്വാസപൂർവ്വം കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഏഡൻ വാലിയിലെ കുരിശുമലയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിന് സെന്റ് അൽഫോൻസ ഫൊറാന വികാരി ഫാദർ ഡോക്ടർ സിബി പുളിക്കലും ഫാദർ എബ്രഹാം കഴുന്നടിയിലും നേതൃത്വം നൽകി. സെന്റ് അൽഫോൻസ ഫൊറാന, സെന്റ് എവുപ്രാസ്യ, സെന്റ് മേരീസ് എന്നീ ഇടവക വിശ്വാസികളാണ് ഈ വിശ്വാസ പ്രഘോഷണ റാലിയിൽ പങ്കെടുത്തത്. ഓസ്ട്രേലിയയിലെ ജീവിത സാഹചര്യങ്ങൾ പരിഗണിച്ച് യുവജനങ്ങളെയും കുട്ടികളെയും പങ്കെടുപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത്തവണ വെള്ളിയാഴ്ചയ്ക്ക് പകരം കൊഴുക്കട്ട ശനിയാഴ്ചയാണ് 40-ാം വെള്ളി ആചരിച്ചത്. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലെയും പ്രാർത്ഥന പ്രത്യേക നിയോഗമെടുത്ത് 3 ഇടവകകളിലെയും കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ പാരമ്പര്യവും പള്ളികളുടെ നാടെന്നും അറിയപ്പെടുന്ന അഡ്ലെയ്ഡിൽ തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം മനസ്സിലാക്കി വിശ്വാസ ചൈതന്യം വീണ്ടെടുക്കുക എന്ന നിയോഗവുമായാണ് വിശ്വാസികൾ കുരിശുമല കയറിയത്. പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ഈ കുരിശിന്റെ വഴിയിലൂടെ ലഭിച്ച വിശ്വാസ തീഷ്ണത ഈ ദേശം മുഴുവൻ തങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ സാധിക്കട്ടെയെന്ന് ഫൊറാന വികാരി ഫാദർ സിബി പുളിക്കൽ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഏഡൻ വാലി കുരിശുമലയിലേക്ക് അഡലെയ്ഡിലെ സീറോ മലബാർ സമൂഹം 40-ാം വെള്ളി കുരിശിൻ്റെ വഴി ചെല്ലി ഈ മല ചവിട്ടിയത് ഈ നാടിനെ ദൈവിക കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകമായിട്ട് ഇവിടെ പ്രവാസികളായിട്ട് വന്നിട്ടുള്ള സീറോ മലബാർ സഭയിലെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ ചൈതന്യം പകർന്നു കൊടുക്കാനുള്ള വലിയ നിയോഗമുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കുരിശുമലയിലേക്ക് നൂറുകണക്കിന് ആൾക്കാർ കയ്യിൽ കുരിശുമേന്തി വന്നത്, കുരിശിൻ്റെ വഴിയിൽ പങ്കുചേർന്നത്. ദൈവത്തിൻ്റെ കുരിശിൽ അഭയം പ്രാപിക്കാൻ ഈ ഓസ്ട്രേലിയ മുഴുവൻ കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ വിശ്വസിക്കുന്ന ജനതയായി മാറാൻ, വിശ്വാസ സമൂഹമായി മാറാൻ വേണ്ടി ഞങ്ങൾ ഈ കുരിശിൻ്റെ വഴിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് അഡലെയ്ഡിനെ മുഴുവൻ, സൗത്ത് ഓസ്ട്രേലിയയെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും സുവിശേഷം ഈ നാട്ടിൽ പരത്തുവാൻ, എല്ലാവരും സുവിശേഷം അറിയുവാൻ ഉള്ള കൃപ തമ്പുരാൻ ഞങ്ങൾക്ക് തരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദേശം 800ഓളം കുടുംബങ്ങളും 600-ൽ പരം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും 750ഓളം ഇന്റർനാഷണൽ സ്റ്റുഡൻസും അഡ്ലെയ്ഡിലെ മലയാളി വിശ്വാസി സമൂഹത്തിന്റെ ഭാഗമാണ്. ദുഃഖവെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 3 മണിക്ക് ചരിത്രത്തിലാദ്യമായി അഡ്ലെയ്ഡ് സിറ്റിയുടെ ഹൃദയഭാഗമായ ടോറൻസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന കുരിശിന്റെ വഴി വിക്ടോറിയ സ്ക്വയറിൽ സമാപിക്കും. ഇതോടനുബന്ധിച്ച് സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പീഡാനുഭവ ദൃശ്യാവിഷ്കരണവും ഒരുക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 3000-ഓളം വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്.